CPM മുൻ MLA-യും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ്. IFFK ചലച്ചിത്ര സ്ക്രീനിങ്ങിനായി കുഞ്ഞുമുഹമ്മദിനെ കാണാൻ തിരുവനന്തപുരത്ത് യുവതി എത്തിയ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇവിടെ വെച്ച് സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു യുവതിയുടെ പരാതി. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, പരാതി കിട്ടിയിട്ട് ദിവസങ്ങളായി, അത് പൂഴ്ത്തിവെച്ചുവെന്ന ആരോപണം വരുന്നുണ്ട്. മറുവശത്ത് തെരഞ്ഞെടുപ്പായിരുന്നു, അതുകൊണ്ട് കാര്യമായി എടുപ്പിച്ചില്ല. ഇപ്പോൾ കഴമ്പുണ്ട് പരാതിയിൽ എന്ന് പറയുന്നുണ്ട്. വിവരങ്ങൾ. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് CPM നേതാവാണ്, മുൻ MLA ആണ്. അതിനാൽ തന്നെ സർക്കാർ മാക്സിമം ഈ ഒരു PT കുഞ്ഞുമുഹമ്മദിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള, സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ പോലും അന്വേഷണം ഇടയ്ക്ക് സാവധാനം കൊണ്ടുപോകുന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിൽ പോലും ഒടുവിൽ ഇപ്പോൾ അന്വേഷണം ശരിയായ ഗതിയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ, അതായത് IFFK ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ IFFK-യുമായി ബന്ധപ്പെട്ടാണ് ജൂറി അംഗമായ വനിതയോട്, ഇദ്ദേഹം ജൂറി അംഗം കൂടിയാണ്, PT കുഞ്ഞുമുഹമ്മദ് ലൈംഗിക അതിക്രമം നടത്തിയത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് യുവതിയോട് മോശമായി പെരുമാറി എന്ന് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവതി പരാതി നൽകിയത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതി ലഭിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടന്നില്ല. തുടർന്ന് വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടികൾ വേഗത്തിലാക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ആ നിർണായക വിവരങ്ങളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരാതിയിൽ വാസ്തവമുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്, കഴമ്പുണ്ട് എന്നുള്ളതാണ്. യുവതി പറയുന്ന പരാതിയെ അടിസ്ഥാനമാക്കി സംഭവം നടന്ന ദിവസത്തെ സമയത്ത് ഈ ഒരു ഹോട്ടലിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമുഹമ്മദിന് കുരുക്ക് മുറുകുമെന്ന്, PT കുഞ്ഞുമുഹമ്മദിന് കുരുക്ക് മുറുകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സ്വർണ്ണ കവർച്ചാ വിഷയവും ഭരണവിരുദ്ധ വികാരവും ഒക്കെ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലടക്കം പിടിയിലായവരിൽ CPM പ്രവർത്തകരും മുൻ MLA-യും ഒക്കെ ഉണ്ട്. അതൊക്കെ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു MLA-യുടെ ഭാഗത്ത് നിന്ന് യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നു എന്നുള്ളൊരു പരാതി കൂടി വരുന്നത്. ഇപ്പോഴിത് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ തെളിവ് കൂടി എത്തിയിരിക്കുകയാണ്. ഇനി നേതാക്കൾ എന്ത് ന്യായീകരണം പറയുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. PT കുഞ്ഞുമുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ആരോപണം, അതായത് ഈ പരാതി നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയെങ്കിലും ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് യുവതി പറയുന്ന സമയത്ത് ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. കൃഷ്ണരാജ്. PT കുഞ്ഞുമുഹമ്മദ് CPM മുൻ MLA ആണ്, സിനിമാ പ്രവർത്തകനാണ്, സംവിധായകനാണ്. ലൈംഗിക പീഡന പരാതിയിൽ കുരുക്കിലാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.